إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമില്ലേ സത്യവിശ്വാസിനിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ಜೀವನത്തെ എല്ലാ ഭാഗത്തിലും അനുസരിച്ചിട്ട് ജീവിക്കണം ചൊಂತು ಸ್ವಂತ ನಫ್ಸನ ಮರ್ಕಾಂತೆ ಓರೋತ್ತಟಿಗೆ ಉಪದೇಶ ಹಾಕಿಂಟಿಲ್ಲ, ವಸಿಯತ್ ಹಾಕಿಂಟಿಲ್ಲ. ജീവനത്തെ എല്ലാ ഘട്ടത്തിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശന പാലനാക്കി ജീവനാക്കി യഥാർത്ഥ മുത്തഖ്മാരുടെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. തീർച്ചത്തെ സത്യവിശ്വാസിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലു അവന്റെ അടിമമാരായ ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹത്തില് യാറെ പ്രാധാന്യമായ ഒരു അനുഗ്രഹം എത്തിക്കറ് ഹിദായത്ത് ചൊല്ലത്, അല്ലെങ്കിൽ സന്മാർഗ ചൊല്ലത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നെ വലിയൊരു നിഅമത്ത് എത്തിക്കറ്. കാരണം ഈ ദുനിയാവിലു ഒരു മനുഷ്യട്ടിಗೆ എല്ലാമുണ്ട്. ദുനിയാവിൽ അനുഭവിക്കുന്ന സ്വത്ത് സമ്പത്ത് അതേപോലെ എല്ലാ രൂപത്തിലെ നിഅമത്തുകളും ഒന്നും കുറവില്ല. എന്നെങ്കിലും ആ മനുഷ്യ ഹിദായത്തിലല്ല ഉണ്ടായെങ്കിൽ അത് എല്ലാം വ്യർത്ഥമായിട്ട് പോലെ എത്തിക്കും. അതുകൊണ്ട് ഈ പള്ളികൾക്ക് കൂടിയ എന്റെ സഹോദരന്മാർക്കും നണ്ടിട്ട് ചൊല്ലുകൊല്ലത് അള്ളാഹു ഞങ്ങൾക്ക് തന്നെ വലിയൊരു നിഅമത്ത് എത്തിക്കുന്നത്. അതിനപ്പുറം ഒരു നിഅമത്തില്ല. സന്മാർഗ ചൊല്ലത്, ഹിദായത്തിലാണ് ചൊല്ലത്, ഒരു തൗഹീദിനും സുന്നത്തിനും മാർഗം അനുസരിച്ച് ജീവിക്കുന്നത് ചൊല്ലത്. അതിനപ്പുറത്ത് ഒരു നിഅമത്ത് ഈ ദുനിയാവിലില്ല. അതുകൊണ്ടല്ലേ ഈ ഹിദായത്ത് ചൊല്ലത് അത് അള്ളാഹു എത്തിക്കത് തൻ്റെത്.
അള്ളാഹു അല്ലാത്ത വേറെ ഒരാൾക്കും ഒരു മനുഷ്യന്റെ ഹിദായത്തുള്ളാക്കുകയോ സന്മാർഗത്തിലാക്കുകയോ സാധ്യമല്ല. അതുകൊണ്ട് ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു പേര് കൂടിയായിട്ട് അൽ ഹാദി ചൊല്ലും. അൽ ഹാദി ചൊല്ലിട്ട് സന്മാർഗത്തിലാക്കണോ. അത് അള്ളാഹുടെ മാത്രമേ ഗുണവിശേഷണം എത്തിക്കുന്നത്, അള്ളാഹുടെ മാത്രമേ സിഫത്ത് എത്തിക്കരുത്. അപ്പൊ ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ടങ്ങളെ എത്തിക്കരുത്, സന്മാർഗത്തിലാക്കരുത്. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പാട്ടുണ്ട്. നമുക്ക് ഒരു മനുഷ്യരോ ആ മാർഗത്തെ മാത്രമേ നമുക്ക് ചൊല്ലുകൊടുക്കാം. എന്നെങ്കിലും ആ മനുഷ്യന്റെ ഹിദായത്തിലാക്കണോ അള്ളാഹു എത്തിക്കുക. അത് നബിമാർ പോലും സാധ്യമല്ല. അല്ലെ, അതൊക്കെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം ഞങ്ങൾ ഗുണത്തുല്യത എത്തിക്കുന്നത്. അല്ലെ, അബൂ താലിബിന്റെ ചരിത്രം ഞങ്ങൾക്കെല്ലാവരും ചെറിയ കാലത്ത് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് ചരിത്രം എത്തിക്കുന്നത്. ആ ചരിത്രത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് നബിയുടെ കുടുംബം എത്തിക്കുന്നത്. അല്ലെ, നബിയുടെ കുടുംബ ബന്ധത്താണ് എത്തിക്കുന്നത്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ട് എന്റെ മൂത്താപ്പ ഒന്ന് ഹിദായത്തിലാവും. മരിക്കുക അവിടെ പോയിട്ട് ചൊന്നില്ല കുല്യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക, അല്ലാഹുവിനെ ഞാൻ സാക്ഷി ചൊല്ലേക്ക്. അപ്പുറത്ത് അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കീങ്ങൾ നേതാവ് ചൊല്ലെ അബൂ താലിബ് മറക്കണ്ട, മില്ലത്ത് അബ്ദുൽ മുത്തലിബ് മാർഗമുണ്ട്. അങ്ങനെ അങ്ങ് അപ്പുറത്ത് ചൊല്ലുമ്പോ പാടും കുല്യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ചൊല്ലുമ്പോ അവസാന അബൂ താലിബ് വഅലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മാർഗത്തിലേക്ക് ചൊല്ലിട്ട് മരണപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സൊന്ന് ദുഃഖാവുന്ന സന്ദർഭത്തില്, ബേജാറാവുന്ന സന്ദർഭത്തില്, കാരണം നബി അതിൽ മുസ്ലിം ആവുക ആഗ്രഹിച്ചതെന്ന് ചൊന്നിട്ടെങ്കിൽ നബിയുടെ ദീനി ദഅവത്തിന് ഫസ്റ്റ് കാലഘട്ടത്തിൽ നല്ല സഹായിച്ചാണ് എത്തിക്കുന്നത്. നബിയെ ആക്രമിക്കോ ബന്ധങ്ങൾക്ക് ഒരു രൂപത്തിൽ അവകാശം കൊടുക്കാത്താണ് എത്തിക്കുന്നത് അബൂ താലിബ്. എന്നെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തിന്റെ മാർഗത്തിൽ അതിൽ കടന്നു വന്നില്ല. അതുകൊണ്ട് നബി മരിക്കുന്നോടും പോയിട്ട് ഇങ്ങനെ ഈ കലിമത്തൊന്ന് ചൊല്ലുക, നിങ്ങൾ രക്ഷപ്പെടുവരും ചൊല്ലുമ്പോ അവസാനം അതില് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലേക്ക് ചൊല്ലി നാം മരണപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബേജാറായിട്ട് ദുഃഖത്തിലുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിറക്കിലെ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദി മൻ യശാഉ. നബിയെ, നിങ്ങൾ ഉദ്ദേശിച്ച അങ്ങനെ ഹിദായത്തിലാക്കാൻ സാധ്യമല്ല. ചൊല്ലാട്ടിക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ ചൊല്ലേ നിങ്ങൾ ആഗ്രഹിച്ചോ അതിലൊരു മുഅ്മിനാവും, അതിലൊരു മുസ്ലിം ആവും, അതിൽ സ്വർഗത്തിൽ കയറുന്നുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചോ എന്നെങ്കിലും അത് നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് നടക്കില്ല നബിയെ. വലാകിന്നല്ലാഹു യഹ്ദി മൻ യശാഉ, അല്ലാഹു ഉദ്ദേശിക്കും, ഞാൻ ഉദ്ദേശിക്കും നബിയെ. ഒരാൾ സന്മാർഗത്തിലാവും, ഒരാൾ വല്ലാലത്തിലാവും ചൊല്ലു, ഞാൻ എത്തിക്ക് തീരുമാനിക്കുന്ന ചൊല്ലു അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിത്തിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ചൊല്ലി നേരത്തെ ഈ മിമ്പറിന്റെ മേലെ ഖുതുബാക്കുന്ന കേൾക്കുന്നത് ഓരോരുത്തരും എന്റെ കൂടെ ഈ ഒരു ജുമാ ഖുതുബത്തിൽ നിങ്ങൾ കൂടില്ല എന്നെങ്കിലും ഈ ഒരു കാര്യത്തിനെ യാറ് ഗൗരവത്തിൽ കാണുന്നു, ഇതിനെ നിസ്സാരമായിട്ട് കാണുകത്തീരാ. ഞങ്ങളുടെ ഹിന്നലയുടെ ഒന്ന് ഞങ്ങൾ എടുത്തു നോക്കേണ്ടായി മനസ്സിലാവും. എത്രമാത്രം അന്ധവിശ്വാസത്തില്, ശിർക്കൽ വിശ്വാസത്തില്, മരിച്ച മയ്യത്തിനൊട്ടിಗೆ സഹായിക്കട്ടെ ഇന്ന് ആൾമാറിക്കുന്ന പല ഹറാമിയത്തിലും പല ധിക്കാരത്തിലും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിട്ട് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തില് ചൊന്നില്ലേ അള്ളാഹ് ഉദ്ദേശിച്ചവന്റെ സന്മാർഗത്തിലാക്കുക. അള്ളാഹുടെ ഏകത്വത്തെ അള്ളാഹു ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന റബ്ബിനെ മാത്രം ആരാധിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവസ്തുതമായിട്ട് എങ്ങനെ അനുസരണാക്കാൻ ചൊല്ലു അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മാർഗത്തെ ഞങ്ങൾക്ക് കാട്ടി തന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഉദ്ദേശിച്ചുകൊണ്ടു. അല്ലെങ്കിൽ ഞങ്ങളെ തറവാട് നോക്കിത്ത, ഞങ്ങളെ അധികാരം നോക്കിത്ത, ഞങ്ങളെ സമ്പത്ത് നോക്കിത്ത അള്ളാഹു തന്നത് ബദലായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ട് ഇന്ന് ഈ ഹിദായത്തിന്റെ മാർഗത്തില് മരിക്കുന്നോടത്തോളം ഒരു മനുഷ്യൻ നിലനിൽക്കുന്ന ചൊല്ലൂ സാധ്യമല്ല. എപ്പോഴേ നിങ്ങൾ അതിൽ നിന്ന് അവൻ വ്യതിചലിഞ്ഞു പോകുന്നതും സാധ്യതയുണ്ട്. ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് അവൻ പുറത്തു പോകുന്നതും സാധ്യതയുണ്ട്.
അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു പലക്കുണ്ടോ, യാ ഇബാദി, എന്റെ അടിമമാരെ, കുല്ലുക്കും വാല്ലൂൻ, നിങ്ങൾ എല്ലാവരും തെരുത്തപ്പനായിട്ടിരിക്കുന്നോರು. അല്ലാഹു ചൊല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, കുല്ലുക്കും വാല്ലൂൻ, വാല്ലു ചൊല്ലെങ്കിൽ വലാലത്തുലായ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, ഇല്ലാ മൻ ഹദൈതഹു. അതാ പ്രധാന, അത് തൗഹീദിന്റെ പ്രാധാന്യത്തെ, ഹിദായത്തെ പ്രാധാന്യത്തെ അറിയിക്കുന്നത്. ഇല്ലാ മൻ ഹദൈതഹു, ഞാൻ ആരെ സന്മാർഗത്തിലാക്കിയ അങ്ങ് വിട്ടിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് ചെറിയ വിഷയമാണ്. കുല്ലുക്കും വാല്ലും, എല്ലാവരും നിങ്ങൾ ചെറുതെറ്റാണ്. ഇല്ലാ മൻ ഹദൈതഹു, ഞാൻ സന്മാർഗത്തിലാക്കിയവന് വിട്ടിട്ടു. അതുകൊണ്ട് ഫസ്തഹ്ദൂനി അഹ്ദീകും, ഹിദായത്തിൽ വേണ്ടിയിട്ട് രണ്ടിട്ടിക്ക് നിങ്ങൾക്ക് പോകും അല്ലാഹു സുബ്ഹാനഹു ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി. സന്മാർഗ നിലനിൽക്കോ വേണ്ടിയിട്ട്, ആ മാർഗത്തിൽ മരിക്കുന്നവത്തോട് നിങ്ങൾ ജീവിക്കോ വേണ്ടിയിട്ട് രണ്ടിട്ട് നിങ്ങൾ കേൾക്കോറ് അല്ലെ. ഫസ്തഹ്ദൂനി അഹ്ദീകും, രണ്ടിട്ട് നിങ്ങൾ കേൾക്കോറോ. അതുകൊണ്ടല്ലേ 5 വക്തിന്റെ ഫർള് നിസ്കാരത്തില് സൂറ ഫാത്തിഹ ചൊല്ലി സൂറത്തിനെ ഓതുക നിർബന്ധമായിട്ട്. നിസ്കാരത്തിൽ സൂറ ഫാത്തിഹ ഓതും. സൂറ ഫാത്തിഹ ഇല്ലാത്തവർക്ക് റകാത്ത് ഇല്ല ചൊല്ലു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടല്. എന്നിട്ട് ആ ഫാത്തിഹക്ക് ധാരാളമായിട്ടുള്ള പേരുകളുണ്ട്. ഫാത്തിഹ മാത്രമല്ല അതിക്ക് പേരുള്ളത്, ആ സൂറത്തിന് ചെമ്മ പേരുകളുണ്ടോ. അതിലൊരു പേരായിട്ടിക്കര് ദുആന്റെ പേരും സൂറ ഫാത്തിഹത്ത് കൊണ്ട്, ദുആന്റെ പേര് സൂറ ഫാത്തിഹത്ത് കൊണ്ട്. എന്തായിട്ടിക്കര് ദുആന്റെ പേര് പറഞ്ഞ കാരണം അതിൽ തന്നെ അള്ളാഹുവിന് മുന്നിൽ നിന്നിട്ട് ദുആർക്കിട. എന്റെ ദുആ ചെറിയ ദുആ അല്ല, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അള്ളാഹുവേ, ഞങ്ങൾ നീ സന്മാർഗത്തിൽ മുന്നേടപ്പാട്ട്, ഞങ്ങൾ നീ നേർമാർഗത്തിൽ മുന്നേടപ്പാട്ട്. അള്ളാഹുവേ, 5 വക്തിന് നിസ്കാരത്തിനും അതല്ലാത്ത സുന്നത്ത് നിസ്കാരത്തിനും ഓതുക നിർബന്ധാക്കൽപ്പെട്ട സൂറത്തെത്തിക്കുന്നത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗ മിനൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അതെ, നിന്റെ മാർഗത്തിൽ കടന്നുപോയ നബിമാർ, സിദ്ദീഖിമാർ, ഷഹീദായ ശുഹദാക്കന്മാർ, സ്വാലിഹായ ആൾമാർ, അങ്ങനെ മാർഗത്തിൽ നീ മുന്നേറ്റപ്പാട്ട് കാരണം അങ്ങ് നേരായ മാർഗത്തിലേക്ക് മുന്നോട്ട് പോയത്. ഇത് ഞങ്ങളെല്ലാവരും ചൊല്ലില്ലേ, എങ്ങനെ ഈ ദുവാർക്കണം ഒട്ടിക്ക തല ചൊറിഞ്ഞിട്ട് അല്ലെ, കൈയെല്ലാം അപ്പറിപ്പറാക്കിയിട്ട് അങ്ങനെ നല്ല ഈ ദുവാർക്കണായത് മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ പ്രാർത്ഥിക്കുന്നു. കാരണം ഈ മാർഗത്തിൽ നിന്ന് ഒരാൾ തപ്പിപ്പോയിട്ടെങ്കിൽ പിന്നെ അവിടെ എല്ലാം കാര്യം നഷ്ടത്തിലെത്തിക്കരുത്. പരലോകത്ത് ഓരോ രൂപത്തിലെ പ്രതിഫലം കിട്ടാൻ സാധ്യതയില്ല. അവസാനം ചൊല്ല ആമീൻ, അല്ലാഹു ഈ പ്രാർത്ഥന സ്വീകരിക്കുന്നു ചൊല്ലു അല്ലെ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ശാപകോപത്തിന് വിധേയമായ മാർഗത്തിൽ നീ ആക്കല്ല അല്ലാഹുവേ. ആരെത്തിക്ക് അള്ളാന്റെ ശാപകോപത്തിന് വിധേയമായ ആൾമാർ യഹൂദി വൻ നസാറ, സംശയമില്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടക്ക യഹൂദിമാരും നസറാനിമാരും അത് അള്ളാഹുവിന്റെ ശാപകോ ലാനത്തിന് അടിമപ്പെട്ട ആൾമാരെ എത്തിക്കോറു. അങ്ങനെ മാർഗത്തിൽ തന്നെ നീ ചേർക്കല്ലേ ചൊല്ലു. ആമീൻ, ഈ പ്രാർത്ഥന സ്വീകരിക്കുന്ന അല്ലാഹുവേ. മുവഹ്ഹിദീങ്ങ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുള്ള ഒരു പ്രാർത്ഥന എത്തിക്കുന്ന സൂറ ഫാത്തിഹത്തിൽ അത് ചൊന്നല്ലേ. ആ മാർഗത്തിൽ നിന്ന് ഒരാൾ പോയിട്ടെങ്കിൽ ഇപ്പൊ മരണപ്പെട്ടു പോയെങ്കിൽ അവന്റെ പരലോക നഷ്ടമെത്തിക്കരുത്. അതുകൊണ്ട് ഭാരി സൂക്ഷ്മത പുലർത്തും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ കാലഘട്ടത്തില് എല്ലാവരും സന്മാർഗത്തിൽ പറഞ്ഞു, ഈ ശിർക്കിൽ നിന്ന് തൗഹീദിന്റെ മാർഗത്തിൽ പറഞ്ഞു നബി സല്ലല്ലാഹു ആഗ്രഹിച്ചിട്ടാമോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലക്കൈറ്റിക്കര് വമാ അക്തറുൻ നാസി വലൗ ഹസ്ത ബിമുഅ്മിനീൻ. നബിയെ, നിങ്ങൾ എത്ര ആഗ്രഹിച്ചെങ്കിലും മനുഷ്യന്മാരില് അക്തറും ബഹുഭൂരി ആൾമാർ മുഅ്മിൻ ആവില്ല നബിയെ, ആവില്ല. വിശ്വാസം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു ആൾമാർ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി. സ്വർഗത്തിൽ പോയ ആൾമാർ ബഹുഭൂരി അല്ല, ഒരു ആൾമാർ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ സൂചന നിങ്ങൾക്ക് തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്തറു ആൾമാര് മുഅ്മിൻ ആവില്ല, നിങ്ങൾ എത്ര ആഗ്രഹിച്ചെങ്കിലും. അതുകൊണ്ട് ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഈ തൗഹീദിന്റെ മാർഗത്തിൽ കൊണ്ടുവന്ന, അതുകൊണ്ട് ഇന്നത്തെ ഖുതുബത്ത് ചൊല്ലു 2-3 വിഷയമുണ്ട് ഈ തൗഹീദിനെ ഹിദായത്തിനെ സംബന്ധിച്ചിട്ട്. ആ ഹിദായത്തിൽ നിന്ന് തപ്പിപ്പോണ്ട ചില കാര്യങ്ങളുണ്ട്.
അത് ചെന്ന വിഷയമുള്ളൂ. അതില് പ്രധാനപ്പെട്ട ഒരു 4 വിഷയത്തേക്ക് ഇന്നത്തെ കുത്തുബത്താൻ ചൊല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സലഫിയത്തിലും ഇത് കടന്നു വന്നിട്ടുള്ളത് കൊണ്ട് എത്തിക്കരുത് ഇത് ചൊല്ലും വന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിന് ഭാരി ജാഗ്രതയാക്കണം. ഹിദായത്തിൽ നിന്ന് മെല്ലെ മെല്ലേറ്റ് നൊലാലത്ത് കൊണ്ട് ഒരു മാർഗം എത്തിക്കരുത് ഈ ചൊല്ലപ്പെട്ട വിഷയങ്ങൾ. അതില് ഒന്നാമത്തെ വിഷയത്തിക്കര് ഇത്തിബാഉൽ ഹവാ, ദേഹിച്ചത് പിമ്പറ്റി നടക്കുന്ന ആത്മ, സ്വന്തം ഇച്ഛരെ അനുസരിച്ച് ജീവിക്കുന്ന ആത്മ. ഇതാ നീനാക്കരുത് ശരിയല്ല, നീനാക്കരുത് തപ്പോ. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ ചൊല്ലു, റസൂലിന്റെ ഹദീസ് ഇങ്ങനെ ചൊല്ലി വിഷയത്തില്. എന്നിട്ട് അതൊന്നും കാതു കൊടുക്കാണ്ട് സ്വന്തം ഇച്ഛരെ അനുസരിച്ചിട്ട് ജീവിക്കുന്ന ആത്മാണ്. അങ്ങനെ തിക്കര് ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് വലാലത്തിന്റെ മാർഗത്തിൽ കടന്നു പോകുന്നതാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഫഇല്ലം യസ്തജീബു ലക, നബിയെ അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം തന്നില്ലെങ്കിൽ, അതായത് യസ്തജീബു ലക അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം തന്നില്ലെങ്കിൽ എന്തായിട്ട് ഉത്തരം ഇവിടെ കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ മാർഗത്തെ നബിയെ നിങ്ങളുടെ മാർഗത്തെ അങ്ങ് അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഫഅലം നബിയെ നിങ്ങൾ മനസ്സിലാക്കൂ അന്നമാ യത്തബിഉന അഹ്വാഅഹും, അങ്ങ് ദേഹിച്ചത് പിമ്പറ്റി ജീവിക്കുന്ന ആൾമാരായിട്ടിരിക്കുന്ന നബിയെ. അതായത് നിങ്ങൾ ചൊന്ന കാര്യത്തെ ധിക്കരിച്ചിട്ട് സ്വയം ഇച്ഛപ്രകാരം ജീവിക്കണ്ടെങ്കിൽ നബിയെ നിങ്ങൾ മനസ്സിലാക്കൂ അങ്ങ് സ്വയം ദേഹിച്ചത് അനുസരിച്ച് ജീവിക്കുക, അങ്ങ് അല്ലാഹുവിന്റെ റസൂൽ അനുസരിച്ച് ജീവിക്കുന്ന ആൾമാർ അല്ല. ആറ്റ് ചൊല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല. എന്നിട്ട് വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അതെ അന്നമാ യത്തബിഉന അഹ്വാഹും, നബിയെ നിങ്ങൾ മനസ്സിലാക്കൂ അത് ദേഹിച്ചത് പിമ്പറ്റി ജീവിക്കുന്ന ആൾമാർ. വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല. അതെ അല്ലാഹുവിന്റെ ഹുദത്തെ അല്ലാഹുവിന്റെ നേർമാർഗത്തെ വിട്ടിട്ട് സ്വന്തം ദേഹിച്ചത് അനുസരിച്ച് ജീവിക്കുന്ന കാട്ടി വലിയ ഒരു തെരുതപ്യവും ആറുള്ളാണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കേൾക്കണേ. അള്ളാഹുടെ ഇന്നത് അള്ളാഹുടെ മാർഗ ചൊത്ത് മനസ്സിലേക്ക്, ഇന്നത് റബ്ബ് വിരോധിച്ചത് ചൊത്ത് മനസ്സിലേക്ക്, ഇന്ന കാര്യം അള്ളാഹുനക്ക് നിഷേധിച്ച ചൊത്ത് മനസ്സിലേക്ക്, എന്നിട്ടും അവന്റെ ഇച്ഛനെ പിൻപറ്റ ഇങ്ങനത്തെ ആൾമാരുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദാ, അതെ അള്ളാഹുടെ ഹുദത്തെ അള്ളാഹുടെ സന്മാർഗത്തെ വിട്ടിട്ടു സ്വന്തം ദേഹത്തെ പിൻപറ്റോ അവന് വലിയൊരു തെരുതപ്യവനായിട്ടിരിക്കുന്ന ചൊന്തു വലാലത്തിലായോ. അതെ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് വലാലത്തിന്റെ മാർഗത്തിൽ കടന്നുപോയോ. ഞങ്ങളെല്ലാവരും മനസ്സിലാക്കും. പ്രത്യേകിച്ചൊന്നല്ലേ തൗഹീദ് ഞങ്ങൾ സുന്നത്ര അവകാശ അത് ഞങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന കണ്ട് ഞങ്ങൾ പ്രതിപാദനാക്കുക. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദുനിയാവുടെ എന്ത് കാര്യം ഞങ്ങൾ ആക്കുമ്പോൾ ഇത് അല്ലാഹു ഹറാമാക്കിയതാ, ഇത് റബ്ബ് ഞങ്ങൾക്ക് ഹലാലാക്കിയത് ചൊല്ലും ഞങ്ങൾ നോക്കുന്നത്. എന്തിനാ ഈ വിഷയത്തെ അള്ളാഹു നമുക്ക് പഠിപ്പാത്തല്ല, എന്തിനാ ഈ വിഷയത്തെ അള്ളാഹു നമുക്ക് ഇതിനെ വിഷയത്തെ നമുക്ക് പഠിപ്പാത്തത് കൃത്യമായിട്ട് പഠിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ ആ കാര്യത്തിൽ കടന്നു പോകുന്നു. അല്ലാണ്ട് എന്റെ ദേഹത്തെ ഞാൻ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നിഅമത്ത് അല്ലാഹു നമുക്ക് തന്നിട്ട് സ്വയം എന്റെ ഇച്ഛയെ ഞാൻ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ഞങ്ങളെ മെല്ലനെ മുതലാളത്തെ മറിക്കൊണ്ടുപോകണ്ട, ഞങ്ങൾ അതിൽ നിന്ന് തപ്പിപ്പോണ്ട. അതുകൊണ്ട് ഇത്തിബാഉൽ ഹവാ, സ്വയം ദേഹിച്ചതല്ല ഒരു മുഅ്മിനായവന് പിൻപറ്റനായത്. ബദലായിട്ട് ഏതൊരു കാര്യം അനുസരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു റസൂലിലേക്ക് കൂടെ കൃത്യമായിട്ട് പഠിപ്പാക്കിയത് അനുസരിച്ചിട്ട് അവന് ജീവനാക്കനായത്. ഒന്നാമത്തെ വിഷയമാണ്. രണ്ടാമത്തെ വിഷയം ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത്തഖ്ലീദ്. അതെ ഇന്ന് ഞങ്ങൾ ഈ സലഫിയത്ത് ഉൽഗം ഇതിഹാറായിട്ടും തഖ്ലീദ് ചൊല്ലിട്ടെങ്കിൽ അന്താനുക്കരന് ദീന്റെ വിഷയത്തില് പ്രമാണമില്ലാണ്ട് ഒരാൾ എന്ത് ചൊല്ലും അതിനെ സ്വീകരിക്കുന്ന ചൊല്ലത് തഖ്ലീദ് ചൊല്ലും. പ്രൂഫില്ല, പ്രമാണം ഇല്ല, അള്ളാഹു റസൂൽ ഇന്നൊരു വിഷയം പഠിപ്പ് ഇത് വിഷയത്തിന് ഒരു എവിഡൻസ് ഇല്ല. എന്നിട്ട് ഇന്ന ആലിമു ഇന്ന ഉസ്താദ് ഇന്ന മദ്ഹബ് ഇങ്ങനെ പഠിപ്പാക്കുന്നവരല്ലേ, അതിക്കെതിരായിട്ട് അവിടെ ആയത്തുണ്ട്, അതിക്കെതിരായിട്ട് നബിയുടെ ഹദീസ് ഉണ്ട്. എന്തെങ്കിലും അതിനൊക്കെ വേണ്ട, നക്ക് ഇന്ന ആലിമിന്റെ ചൊന്നത് അതിനൊക്കെ വേണം, ഇന്ന പണ്ഡിതന്റെ ചൊന്നത് അതിനൊക്കെ വേണം, ഇന്ന മദ്ഹബ് എന്റെ ചൊന്നത് അതിനൊക്കെ വേണം. ഇങ്ങനെ അന്ധമായിട്ട് അനുകരണാക്കല് ഇത് ഒരു സലഫിക്ക് യോജിച്ചതല്ല. കാരണം
സലഫിയത്തിന്റെ മാർഗചൊല്ലുന്നത് അവർ ഫസ്റ്റ് നോക്കണേ ഒരു വിഷയ ദീനായിട്ട് അത് കൊണ്ട് നടക്കുമ്പോ ಅದಕ್ಕೆ ಪ್ರಮಾಣ ఉండొచ్చు ಅದಕ್ಕೆ ಎವಿಡೆನ್ಸ್ ఉండొచ్చు ఎవడండి ಇದಕ್ಕೆ ഖുർആൻ ആയത്ത് ఎవడండి ಇದಕ್ಕೆ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പുറാവേണ്ടു ಅದು ഒന്നേ ഇല്ല എന്നിട്ടെങ്കിൽ നന്റെ ആലിമകളെ ചൊന്തല്ലേ നന്റെ ഉസ്താദികളെ ചൊന്തല്ലേ അങ്ങൊന്നും പഠിപ്പില്ലാത്ത നമ്മളെ ചൊന്തു ഇങ്ങനെ പ്രമാണം നോക്കാതെ അങ്ങനെ കടന്നു പോകേണ്ട വിഷയത്തില് ഖുർആൻ ചൊല്ലില്ലേ അന്ധമായിട്ട് തഖലീദാക്കുന്ന ആൾമാരെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ ചൊല്ലുന്നു യൗമ തുകല്ലബു വജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാന അല്ലാഹു അതാന റസൂൽ അതെ അല്ലാഹു ഇങ്ങനെ ചൊല്ലുക റസൂൽ ഇങ്ങനെ ചൊല്ലുമ്പോ ഇല്ല നന്റെ മതമോ നന്റെ ഗ്രൂപ്പോ നന്റെ പാർട്ടി ഇങ്ങനെ ചൊല്ലിട്ടു അതിനനുസരിച്ച് ജീവിച്ച ആൾമാർ നാലങ്ങ് നരകത്തിക്ക് എത്തും ആ നരകത്തില് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ യൗമ തുകല്ലബു വജൂഹുഹും നരകത്തിൽ അങ്ങനെ മുഖ അടിമേലാവുന്ന സന്ദർഭത്തില് യഖൂലൂന അങ്ങവിടെ ചൊല്ലരു യാ ലൈതനാ ഞങ്ങളുടെ നാശമേ അതാന അല്ലാഹു അതാന റസൂൽ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിട്ട് കാണുന്നത് എവിടെ ചൊല്ലി നരകത്തിൽ ശിക്ഷ അനുഭവിക്കുമ്പോ അങ്ങ് ചൊല്ലി ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിട്ട് കാണുന്നത് വഖാലു റബ്ബന ഇന്നാ തഅന സാദതന വകുബ്റാന ഫഅബല്ലൂന സബീല അല്ലാഹുവേ ഞങ്ങൾ ചില സാദാത്തുമാര് ചില നേതാക്കന്മാര് അന്ധമായിട്ട് അനുസരിച്ച് പോയി അല്ലാഹു അങ്ങനെ ഞങ്ങൾ പിൻപറ്റിയ ഫഅബല്ലൂന സബീല അങ്ങനെ ഞങ്ങൾ പെരുതപ്പാട്ടിയത് അല്ലാഹുവേ അതുകൊണ്ട് റബ്ബന ആതിഹിം ലൈഫൈനി മിനൽ അദാബി അൻക്ക് ഡബിൾ ശിക്ഷ നീ കൊടുക്കണം അല്ലാഹുവേ ആര് ചൊല്ലി അന്യായിമാർ നേതാക്കന്മാർക്ക് ചൊല്ലി അന്യായിമാര് നേതാക്കന്മാർക്ക് എതിരായിട്ട് പ്രാർത്ഥിക്കേ അല്ലാഹു അൻക്ക് നീ ഡബിൾ ശിക്ഷ കൊടുക്കണം ഞങ്ങളെ ചെറുതപ്പും കാരണമായി ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്കും സാധാരണമാർക്കും ഹിരിയായർക്കും അങ്ങോട്ട് നീ ഡബിൾ ശിക്ഷ കൊടുക്കണു മാത്രമല്ല അങ്ങനെ പിന്നെ അത്യുഗ്രമായിട്ട് ലാനത്തിന് നീടോനെ അല്ലാഹുവേ കാരണം ഈ നരകത്തിന് ശിക്ഷ അനുഭവിക്കും കാരണം ഈ നേതാക്കന്മാരായിരിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ ആര് എന്ത് ദീന്റെ വിഷയത്തിൽ ചൊല്ലുമ്പോ ഒരു ഇഖ്തിലാഫും കടന്നു വരുമ്പോ ഫസ്റ്റ് നോക്കണായത് അല്ലാഹു റസൂൽ എന്ത് ചൊന്നുള്ളൂ അവിടെ നിൽക്കുന്നു ഒർത്തനായെങ്കും സമ ഒരു ഭാഗത്തിൽ ഒർത്തനായെങ്കും സമ ബഹുകോടി ഇന്നൊരു ഭാഗത്തിനായെങ്കും സമ അല്ലാഹു റസൂലിനോട് എന്താ ചൊന്ന ഈ വിഷയത്തിൽ നാം അവിടെ നിൽക്കുന്നത് അതേ തിക്കർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടീ റായതുണ്ടെങ്കും ഒർത്തനായി തിക്കറ് ഈ ഹക്കിന്റെ വിഷയത്തിൽ വാദിച്ചിട്ട് അതുകൊണ്ടാ സത്യത്തെ വിഷയത്തിൽ കൊറിയാൽമാർ മാത്രം അത് സ്വീകരിക്കരുത് അതുകൊണ്ട് സഹോദരന്മാരെ തഖ്ലീദ് പാടില്ല ഒരിക്കലും അന്താനുകാരനാക്കുക തീരണങ്ങൾ എന്ത് വിഷയിക്കുമ്പോൾ ഇത് അള്ളാഹു ചൊന്നതാ റസൂൽ ചൊന്നതാ എവിഡൻസ് നോക്കണം പ്രൂഫ് നോക്കണം സ്വഹിയായ ഹദീസ് ഉണ്ടായിക്ക് കേൾക്കണം കേൾക്കാണ്ട് അയാൾ ഇങ്ങനെ ചൊല്ലല്ലേ നാം തെറോ പോലെ ചൊല്ലിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് വലാലത്തിൽ കൊണ്ട് എത്തിക്കരുത് സന്മാർഗത്തിൽ നിന്ന് ദുർമാർഗത്തിക്ക് പോന്റെ സമയത്തേക്ക് ചൊല്ലുന്ന വിഷയം ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്പൊ സഹോദരന്മാരെ അള്ളാഹുവിനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യത്തെ ഞങ്ങൾ ഭാര്യ ഗൗരവത്തിലെടുക്കുന്നു ഈ സന്മാർഗത്തിൽ നിന്ന് തപ്പിപ്പോയെങ്കിൽ പരലോകത്തേക്ക് നഷ്ട അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നോത്തോളം ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ ജീവനാക്കും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശത്തെ അനുസരിച്ച് ജീവിക്കുന്ന ಸ್ವಂತ ನಫ್ಸರ ಮರ್ಕಂಟೆ ಓರೋತ್ತಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕೊಂಡಿಲ್ಲ, ವಸಿಯತ್ ಹಾಕೊಂಡಿಲ್ಲ. ಸಹೋದರ ಮಾರ್ಗ ಮನಸ್ಸಿಲಾಕಿ ಬಂದ ವಿಷಯ ಹಿದಾಯತ್ತರ ಮಾರ್ಗದಲ್ಲಿ ನಿಂತು ತೆರು ತಪ್ಪಿಕೊಂಡ വിഷയത്തിലേക്ക് രണ്ട് വിഷയം ഞങ്ങൾ മനസ്സിലാക്കിയ അതില് ഇന്നൊരു മൂന്നാമത്തെ ഒരു വിഷയത്തേക്ക് ഈസാർ ദുനിയ അലൽ ആഖിറ, അതായത് ആഖിറത്തെ മറന്നിട്ട് ദുനിയാവുടെ പിറവ് പോണ്ട ആൾമാരുടെ വിഷയത്തിൽ ഇത് ഭാര്യ ഞങ്ങൾ ജാഗ്രതാക്കും. പരലോകത്തെ മറന്നിട്ട് ദുനിയാവുടെ മാത്രമേ തിരിച്ചാക്കി ജീവനാക്കുന്ന ആൾമാർ ഇത് ഹിദായത്ര മാർഗത്തിൽ നിന്ന് തെരു തപ്പി പോകുന്നതിലെ ഒരു കാരണം കൂടിയായിട്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിലേക്ക് ചൊന്ന ഒരു പലക്കൊന്നു
ആ ചൊല്ലുമ്പോ അള്ളാഹുടെ മേൽ സത്യത്തിട്ട് അള്ളാഹു റസൂൽ ചൊല്ലും. എന്തിനേറ്റിക്കരുത്? ഫവല്ലാഹി മൽ ഫഖറ അഖ്ശ അലൈക്കും വലാകിൻ അഖ്ശ അലൈക്കും. സഹാബത്തെ, நான் பேடிக்கிறேன். നിങ്ങൾക്ക് ദാരിദ്ര്യ ബണ്ട വിഷയത്തിലല്ല, നിങ്ങൾക്ക് ബടത്തുള്ള ബണ്ട വിഷയത്തിൽ, നിങ്ങൾക്ക് കഷ്ടബണ്ട വിഷയത്തിൽ ഞാൻ പേടിക്കില്ല. ബദലായിട്ട് ഞാൻ പേടിക്കിற അഖ്ശ അലൈക്കും അൻ തുബ്സത ദുനിയ അലൈക്കും കമാ ബുസിതത അലാ മൻ ഖബ്ലകും. സഹാബത്തെ, ഞാൻ പേടിക്കിற ഏത് വിഷയത്തിൽ? നിങ്ങൾക്ക് സമ്പത്ത് യാറായിട്ട്, നിങ്ങൾക്ക് സമ്പത്ത് കൂടിയിട്ട് അതിൽ നിങ്ങൾ മുഴുങ്ങിപ്പോയ വിഷയത്തിൽ ഞാൻ ഭയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അലാ മൻ ഖബ്ലകും ഫതനാഫസുഹാ കമാ തനാഫസുഹാ. നിങ്ങളെ കാട്ടി മുന്നോട്ട് കഴിഞ്ഞുപോയ സമുദായത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ കൊടുത്ത, അധികാരത്തെ കൊടുത്ത, എല്ലാ രൂപത്തിലുള്ള നിഅമത്തെ കൊടുത്ത ആ സമുദായത്തെ ആൾമാർ എന്താക്കി ചെന്നെങ്കിൽ അല്ലാഹു കൊടുത്ത സമ്പത്ത് കൊണ്ട് മതിമറിഞ്ഞിട്ട് അങ്ങ് ജീവിച്ചോളും. അള്ളാഹുവിന്റെ ധിക്കാരത്തോടു കൂടി അങ്ങ് ജീവനാക്കോളും. ഇത് എന്റെ റബ്ബ് നക്ക് തന്നിനെ ചൊല്ലു. അള്ളാഹു തൃപ്തിപ്പെട്ട നിലക്ക് ചെലവാക്കാൻട്ട് അങ്ങനെ അഹംഭാവവും അഹങ്കാരവും ആളുമാർ കാട്ടുകുട്ടിയിലേക്ക് ആ സമുദായത്തങ്ങ അങ്ങനെ സമ്പത്ത് ചെലവാക്കിയോറും അങ്ങ് ഭൂമിയുടെ ദുനിയാവിടെ ഇഷ്ടപ്പെട്ട ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയത്തിൽ ഞാൻ ഭയപ്പെട്ട ചൊല്ലു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം കഷ്ടബന്റെ വിഷയത്തിൽ, ദാരിദ്ര്യ ബണ്ട വിഷയത്തിൽ ഒരു ഭയപ്പാട് സ്വഹാബത്തെ നിങ്ങളുടെ മേലില്ല. കാരണം അള്ളാന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബത്ത് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരുന്നു, കഷ്ടപ്പാട്. എന്നെങ്കിലും ആ കഷ്ടത്തും പ്രയാസത്തിലുമല്ല അള്ളാഹുടെ മാർഗത്തിൽ എനിക്ക് വന്നില്ല, അള്ളാഹുടെ മാർഗത്തിൽ എനിക്ക് പുറത്തു വന്നില്ല. പകലായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ചെന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട നിങ്ങൾക്ക് സമ്പത്ത് കൂടിപ്പോയ വിഷയത്തില്. കാരണം അത് കൂടിപ്പോയിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിൽ പലതും കടന്നു കണ്ട് അള്ളാഹു എന്റെ ഹിദായത്തിലാക്കിയ സന്മാർഗത്തിലാക്കി നിങ്ങൾ എല്ലാവരും മറക്കുവന്നു. അപ്പൊ നിങ്ങൾ ദുനിയാവ് ഇഷ്ടപ്പെട്ടു. അതെ, ലോകത്തെ നിങ്ങൾ മറക്കുന്ന ഒരു സ്വഹാബത്തെ. ഇത് സ്വഹാബത്തുണ്ടെങ്കിൽ നബിയുടെ ഉമ്മത്തും ചൊന്ന വളക്കെ എത്തിക്കരുത്. അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങൾ ഭാര്യ ഗൗരവത്തെടുക്കും. നിങ്ങൾക്ക് സമ്പത്ത് അള്ളാഹു ധാരാളമായി തന്നിക്കൂ, ചിന്തനാക്കണം. ആ സമ്പത്ത് ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അല്ലെ, ഒരു മംഗല വരുമ്പോ ആ മംഗലത്തേക്ക് എന്റെ സമ്പത്തിൽ എങ്ങനെ ചെലവാക്കണം? മാർഗദർശനമുണ്ട്. അള്ളാഹു പഠിപ്പാറ്റ സന്മാർഗ കിട്ടിയാൽ പിന്നെ എങ്ങനാവണം എന്റെ മക്കളെ മംഗള, എങ്ങനാവണം എന്റെ എല്ലാം കാര്യം. അത് അള്ളാഹു ധിക്കരിച്ച പോലെ ആവുക തീര, അള്ളാഹുടെ മാർഗം വിട്ട് പോകുക തീര. അത് ചിന്തിക്കുന്ന ഒരു ഹിദായത്ത് കിട്ടിയോന്നു, ഒരു സന്മാർഗത്തിലായോന്നു. അത് വിട്ടല്ലാണ്ട് സമ്പത്ത് കൊണ്ട് മതി പറഞ്ഞിട്ട് അഹംഭാവം കാട്ടേണ്ടെങ്കിൽ നാളെ റബ്ബുടെ മുന്നിൽ എത്തുമുണ്ട്, അള്ളാഹുടെ കോർട്ടിക്ക് എത്തുമുണ്ട്, റബ്ബുടെ മുന്നിൽ വിചാരണ ഉണ്ട്. അല്ലെ, സ്വഹാബത്ത് പോലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പേടിച്ചില്ല. ആ നാളില് പേടിച്ചില്ലേ? ഏത് നാള്? അള്ളാഹുടെ മുന്നോട്ട് എല്ലാവരും നഗ്നമായിട്ട് സാലായിട്ട് റബ്ബുടെ മുന്നിൽ നിൽക്കുന്ന ഒരു നാളില്ലേ? ആദം നബിയെ പിടിച്ചിട്ട് അവസാനത്തെ മനുഷ്യത്തോളം ആ അള്ളാഹുടെ കോർട്ടിൽ നിൽക്കരുത് ഞങ്ങൾ മറന്നുപോയെങ്കിൽ ഇതാ റോം സാമ്രാജ്യത്തെ അടുക്കി പറിച്ച് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണാസന്നത്തില് തെരഞ്ഞെടുപ്പിക്കുന്ന സന്ദർഭത്തില് ഉൾക്കൊണ്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടിട്ട് അലി റളിയല്ലാഹു അൻഹു കേട്ട് ഉമർക്ക് മരണത്തെ പേടിയാ, ഉമർക്ക് മരിപ്പടെ പേടിയാ ചെല്ലുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു മുകളിലേക്ക് ചെന്ന് പറക്ക, ഇല്ല ഉമറെ, ഇല്ല അലി, ഉമർക്ക് മരണത്തെ പേടിയല്ല, ബദലായിട്ട് ഈ ഇപ്പൊ ഞാൻ മരിച്ചെങ്കിൽ നന്റെ യാത്ര എവിടെ കഴിച്ചിക്കരുത്, നന്റെ റബ്ബുടെ പക്കൽ കഴിച്ചിക്കരുത്, ആകാശഭൂമിയെ പഠിച്ച് ഞങ്ങൾ എല്ലാവരും പഠിച്ച് ആ അല്ലാഹുവിന്റെ മുന്നിൽ എത്തിക്കരുത്. ആ റബ്ബ് എന്നെ സ്വീകരിച്ചു. അയാൾ തന്റെ മരണാസന്നത്തെ സമയത്ത് അയാൾ കരഞ്ഞുകൊണ്ടുണ്ട്, ഉൾപ്പെട്ടുകൊണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ ചെന്നല്ലേ പരലോകം എത്തിക്കുന്ന നിങ്ങൾക്ക് ഖൈറ്. അങ്ങ് ഭയപ്പെട്ടു. ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തെ ആലോചിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി പിന്നെ എന്റെ റബ്ബിന് മുത്തലക്ക് നിൽക്കുകൊണ്ടല്ലേ ആ നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചു പോയിട്ട് സ്വഹാബത്ത് എല്ലാവരും പേടിച്ചു പോയത് ആ സമയത്ത്, ആ നേരത്തെ. അതുകൊണ്ടാ ഈ ദുനിയാവ് മാത്രമേ വ്യാമോഹപ്പെട്ടു. പരലോകത്തെ മറന്നുകളിയുടെ ആൾമാർ ശ്രദ്ധിക്കണം. ശിർക്കിൽ നിന്ന് അല്ലാഹുവിനെ ഈ ഭാഗത്ത് കൊണ്ടുവന്ന തിരിച്ചിട്ട് അപ്പുറത്ത് പോകുന്ന ചെമ്മ നേരെ വേണ്ട. അതുകൊണ്ടല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല ദുആക്ക് പഠിപ്പിച്ചതല്ലേ, റബ്ബനാ ലാ തുസിഖ്
قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. അല്ലാഹുവേ, ഹിദായത്തുൽ മാർഗ്ഗത്തിലായി പിന്നെ സന്മാർഗ്ഗത്തിലായി പിന്നെ മുലാമത്തുൽ മാർഗ്ഗത്തിൽ നിന്റെ ആക്കലിനെ ചൊല്ലുന്ന പ്രാർത്ഥന എത്തിക്കരുത്. അതുകൊണ്ട് 3 കാര്യത്തേക്ക് പ്രധാനപ്പെട്ട ചൊന്ന സഹോദരന്മാരെ, ഞങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ഇന്നും ചെന്ന കാര്യങ്ങളുണ്ട് ഹിദായത്തിൽ നിന്ന് തപ്പിപ്പോണ്ട വിഷയത്തില്, ഹിദായത്തിൽ നിന്ന് പുറത്തു പോകേണ്ട വിഷയത്തില്. അതുകൊണ്ട് ഇത്തരം കാര്യത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ന് അവസാനമായി ചൊല്ലുന്ന ಇನ್ನೊരു വിഭാഗമുണ്ട്. ആ വിഷയത്തെ കൂടി ചൊല്ലിട്ട് എന്റെ കുടുംബത്തിലാണ് അവസാനിപ്പിക്കുന്ന സഹോദരന്മാരെ. അത് ആര് ചൊല്ലിട്ടെങ്കിൽ ചില ആന്മാറുന്നോ അനക്ക് സന്മാർഗം മനസ്സിലായിട്ടിക്കരുത്. ഇന്നത് ഹക്ക് ചൊന്ത മനസ്സിലുണ്ട്, ഇന്നത് ബാത്തിൽ ചൊന്ത മനസ്സിലുണ്ട്. എന്നെങ്കിലും കച്ചവടത്തിന് വേണ്ടിയിട്ട്, ദുനിയാവിലെ സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട്, ദുനിയാവിലെ പല നിയമത്തിന് വേണ്ടിയിട്ട് അതിന് മുച്ചിബേക്കുന്ന ആൾമാറുന്നോ, അത് സ്വീകരിക്കാണ്ട് നലാലത്ര മാർഗം സ്വീകരിക്കുന്ന ആൾമാറുന്നോ. അങ്ങനെ വിഷയത്തിലൂടെ ചരിത്രം മനസ്സിലാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില് ഒരു വലിയ കവിയുണ്ട്, വലീദ് ബിൻ മുഗീറ ചൊല്ലുന്നു. ആ വലീദ് ബിൻ മുഗീറ ചൊല്ല മനുഷ്യൻ വലിയ ഒരു കവിയായിട്ടുണ്ട്. അറബി സാഹിത്യത്തെ എല്ലാ രൂപത്തിലും മനസ്സിലാക്കിയ ഒരു മനുഷ്യനെ എത്തിക്കരുത്, വലിയ കവിയായിട്ടിക്കർ അന്നത്തെ കാലത്തില്. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വലീദ് ബിൻ മുഗീറയുടെ മുന്നിൽ ഖുർആൻ ആയത്ത് ഓതിക്കൊടുത്താകുമ്പോ വലീദ് ബിൻ മുഗീറയുടെ മനസ്സിലായിട്ട് ഇത് മുഹമ്മദിന്റെ പലക്കല്ല, ഇത് അള്ളാഹുടെ പലക്കായിട്ടിക്കരുത്. കാരണം എന്ത് ചൊല്ലിട്ടെങ്കിൽ ആ മനുഷ്യൻ അറബിക്ക് സാഹിത്യം മനസ്സിലാക്കിയാണ്. കാരണം അയാൾ മനസ്സിലാക്കിയ സാഹിത്യത്തെ അപ്പുറത്തേക്ക് ഈ ഖുർആന്റെ ആയത്തുള്ളത്. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ ആയത്ത് ഓതി കൊടുത്തു. അയാളുടെ മനസ്സിൽ ഖുർആന്റെ ആയത്ത് കടന്നു വന്നിട്ട് ഈ വിഷയം അബൂജഹൽ വലീദ് ബിൻ മുഗീറയെ കണ്ടുമുട്ടിട്ട്, വലീദ് നിക്ക് വേണ്ടിയിട്ട് ഇവിടെ വലിയ കളക്ഷൻ നടന്നുകൊണ്ടു. വലീദ് ബിൻ മുഗീറ ചൊല്ലുന്നു, നക്കെന്തൊരു കളക്ഷൻ, നക്കെന്തൊരു സമ്പത്ത്. കാരണം അതിൽ വലിയ സാമ്പത്തികമായിട്ട് സമ്പത്തുള്ള ആളായിട്ടുണ്ട് വലീദ് ബിൻ മുഗീറ. ചെന്ന മക്കയിന്റെ ആളായിട്ടുണ്ട് വലീദ് ബിൻ മുഗീറ. അതേപോലെ വലിയ കവിയായിട്ടുണ്ട് വലീദ് ബിൻ മുഗീറ. അതുകൊണ്ട് നക്ക് സമ്പത്ത് തെറ്റില്ലല്ലേ. അപ്പൊ അബൂജഹൽ വലീദ് ബിൻ മുഗീറത്തെ ചൊല്ല പലക്ക, നീ മുഹമ്മദ് കേന്ദ്രമാക്കി ഇത്ര ചൊന്തല്ലേ പോയിടെ, അതായത് ഇസ്ലാം സ്വീകരിക്കാൻ അപ്പുറം പോയിടെ. അപ്പൊ വലീദ് ബിൻ മുഗീറ ചൊല്ലുന്നു, മുഹമ്മദ് മുസ്തഫ അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ആയിട്ട് അത് അള്ളാഹുടെ പക്കൽ നിന്ന് എത്തിക്കരുത്. അത് സ്വയം രചന അല്ല, മുഹമ്മദിന്റെ പണക്കല്ല. അപ്പൊ അബൂജഹൽ ചൊല്ല പണക്ക, നിന്റെ മനസ്സിലിക്കട്ടത് നീ ഈ മാർഗം മുഹമ്മദിന്റെ മാർഗം സ്വീകരിച്ചെങ്കിൽ നിക്ക് കൂടെയുള്ള സ്ഥാനമാണ് നഷ്ടപ്പെട്ടു പോകും, നിന്റെ അധികാരം നഷ്ടപ്പെട്ടു പോകും, നിക്ക് ഒരു ബലം നീറായത്തിൽ കിട്ടാതെ ചൊല്ലു. അബൂജഹൽ പേടിപ്പെട്ടിട്ട് പോയിട്ട് വലീദ് ബിൻ മുഗീറയുടെ മുന്നിൽ 2 വിഷയമുണ്ട്. ഒന്ന് അള്ളാഹുടെ ഖുർആന്റെ ആയത്ത്, പിന്നൊന്ന് ദുനിയാവിന്റെ സ്ഥാനമാണ്, ദുനിയാവിന്റെ കച്ചവടം, ദുനിയാവിന്റെ അങ്ങനത്തെ നിയമത്തിൽ വ്യാമോഹ. വലീദ് ബിൻ മുഗീറ ഉണ്ട്. അവസാനം വലീദ് ബിൻ മുഗീറ ചിന്തന ആക്കിയിട്ട് ഒരു പ്രമേയ പാസ്സാക്കിയിട്ട് എന്തായിട്ടിക്കര്, ഇൻ ഹാദാ ഇല്ലാ ഖൗലുൻ യുഹ്സർ, ഈ ഖുർആൻ ചൊല്ലത് ഇത് സിഹറായിട്ടിക്കരുത്. ആർ ചൊന്നേ? വലീദ് ബിൻ മുഗീറ. ഖുർആൻ ആയത്ത് മനസ്സിലായിട്ടും ഇത് അള്ളാഹുവിൻ സ്വയം നാവിലൂടെ ചൊന്ന മനുഷ്യൻ ദുനിയാവുടെ വ്യാമോഹത്തിന് വേണ്ടിയിട്ട് ഒരു പ്രമേയ പാസ്സാക്കിയിട്ട് ഇൻ ഹാദാ ഇല്ലാ ഖൗലുൻ യുഹ്സർ, ഈ ഖുർആൻ ഒരു സിഹറായിട്ടിക്കര് അള്ളാഹു ആയത്തി ഇറക്കിയ. വലീദ് ബിൻ മുഗീറയുടെ വിഷയത്തിൽ ആയത്തി ഇറക്കിയ എന്തായിട്ടിക്കര്, ദർനി വമൻ ഖലഖതുഹു വഖീദാ വജഅൽതു മാലൻ മംദൂദാ വബനീന ശുഹൂദാ വമഹത്ത് ലഹു തംഹീദാ ثم يتمع ونزيدا കല്ല ഇന്നഹു കാന ലിആയാതിനാ അനീദാ. നബിയേ, അവന്റെ വിഷയം നക്കുമുട്ടുവിടോ. ആരുടെ വിഷയ? വലീദ് ബിൻ മുഗീറയുടെ വിഷയം നക്കുമുട്ടുവിടോ. അവനുക്ക് നാം സമ്പത്ത് കൊടുത്ത്, അതേപോലെ ധാരാളം സന്താനത്തെ കൊടുത്ത്, അതേപോലെ അധികാരത്തെ കൊടുത്ത്, എല്ലാ രൂപത്തിലും നിഅമത്തുകൾ കൊടുത്ത്, എന്നിട്ട് ഈ ഖുർആനിന്റെ ആയത്ത് മനസ്സിലായിട്ടും സന്മാർഗം കിട്ടിയിട്ടും അവസാനം ഈ ഖുർആൻ ആ മനുഷ്യൻ ചൊല്ല സിഹ്റല്ലേ സത്യത്തിക്കുണ്ട് സക്കർ ചൊല്ല നരകത്തിന് ബലിച്ചേരിയ ചൊല്ലു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആയത്ത് ഇറക്കണേ. ഇങ്ങനത്തെ ആൾമാർ ദുനിയാവിലുള്ളൂ, സത്യം മനസ്സിലുണ്ടു. എന്നെ ഇതൊക്കെ ചൊന്നെങ്കിൽ ഈ അധികാരം നമ്മിൽ നിന്ന് കൈ തപ്പി പോകും. ഇതൊക്കെ ഞാൻ ചൊന്നെങ്കിൽ എന്റെ ബാല്യം കുറഞ്ഞു പോകും. ഇതൊക്കെ ചൊന്നെങ്കിൽ എന്റെ പള്ളിയുടെ മഹൽ നിന്ന് പുറത്തിടൂ. ഇതൊക്കെ ചൊന്നുണ്ടെങ്കിൽ നക്കാളും കബൂർ തരാൻ എന്റെ മയ്യത്ത് ജനാദ മറമാടും. ഇങ്ങനത്തെ ചിന്തന വെച്ച് നടക്കുന്ന ആൾമാർ മനസ്സിലാക്കണം. ഏതാ വലീദ് ബിൻ മുഗീറ ബലിച്ചേരിനെ പെർമനന്റ് ആയ ജീവിതത്തിൽ തിരസ്കാരാക്കിയത്. അതുകൊണ്ടാ ചൊല്ലിയത്, ഹിദായത്തിലൂടെ നടക്കുമ്പോ ചില ബുദ്ധിമുട്ടുന്ന പ്രയാസം കൊണ്ടു നബിമാരും അനുഭവിച്ചിടൂ, നബിമാരുടെ സ്വഹാബത്തും അനുഭവിച്ചിടൂ. അതുകൊണ്ട്
തൗഹീദ് സുന്നത്ത് പ്രചാരാക്കൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ജീവനത്തെ എല്ലാ ഘട്ടത്തിലും ഭാരി ജാഗ്രത പാലിക്കും. ഞങ്ങൾക്ക് അള്ളാഹു സമ്പത്ത് തന്നെയും ആ വിഷയത്തിലും, ഞങ്ങൾക്ക് അള്ളാഹു ഇൽമു തന്നെ തിന്നെയും ആ വിഷയത്തിലും, ഞങ്ങൾക്ക് എന്തൊക്കെ അള്ളാഹു സൗകര്യം തന്നെ അതൊറ്റ വിഷയത്തും അള്ളാഹു ഇഷ്ടമില്ലാത്ത ഒരു വിഷയം ഞങ്ങൾ ആപ്പ് പോയെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ഞങ്ങളുടെ തൊല്ലാലത്തിൽ മാറിക്കിട്ടും. അവസാനം എന്തുമല്ലാത്ത ഒരു അവസ്ഥയായിട്ട് ഞങ്ങൾ കടന്നു പോണ്ട. അതുകൊണ്ടല്ലേ ഖുർആൻ ഞങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വമൻ യുശാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനസ്ലിഹി ജഹന്നം വസാഅത് മസീറാ വമൻ യുശാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. ഇന്ന മാർഗ വ്യക്തമായിട്ട് ഇത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടന്റെ മാർഗ, ഇത് സ്വഹാബത്തിന്റെ മാർഗ വ്യക്തമായിട്ടും എന്നിട്ട് ആ മാർഗത്തിൽ നിന്ന് ആര് തിരിഞ്ഞു നിൽക്കണ അവന്റെ തിരിഞ്ഞെടുത്ത് ഞങ്ങൾ തിരിച്ചുപൊട്ട അവസാനം ജഹന്നമിന് ഞങ്ങൾ ബലിച്ചേരെ ചൊല്ല് വിശുദ്ധ ഖുർആൻ. ഇന്ന മാർഗ ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ചൊല്ല് വ്യക്തമായിട്ട് മനസ്സിലായിട്ടും അത് സ്വീകരിക്കാണ്ട് അവന്റെ മുഖത്തെ ഏത് ഭാഗത്തും തിരിക്കണ, അതായത് ഏത് വലാലത്തും തിരിഞ്ഞിരിക്കണ, അവസാനം മരിക്കോത്തോളും ആ വലാലത്തും ജീവിക്കുക, അവസാനം അല്ലാഹുവോട് പിടിപിടിക്കുക, അവന്റെ മുസ്ലിഹി ജഹന്നം, അവന്റെ ജഹന്നം അല്ലാഹു സുബ്ഹാനഹു കൊണ്ടുപോകണം. വിശുദ്ധ ഖുർആൻ പഠിപ്പാറ്റണ്ടേ. അതുകൊണ്ട് ഹക്കിന്റെ മാർഗത്തിൽ ജീവിക്കുമോ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന വേണം, പ്രവർത്തനം വേണം. അള്ളാഹു അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മരിക്കലോത്തോളും തൗഹീദിന്റെ സുന്നത്തിന്റെ മാർഗത്തിൽ ജീവനാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഹിദായത്ത് കിട്ടല് പിന്നെ വലാലത്ത് കടന്നു പോണ്ടേ ആ അവസ്ഥയിൽ നിന്ന് അള്ളാഹു ഞങ്ങൾ എല്ലാവരും കാത്തു സലാമത്താക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ നിന്ന് കടന്നു വന്നേ എല്ലാ ചെറിയ ദോഷത്തെ ഗഫാറായ ഗഫൂറുൽ വദൂദായ അവന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. സീക്ക് കൊണ്ടു കഷ്ടപ്പാട് വേണ്ടി നമ്മൾ അനുഭവിക്കുന്നില്ല എത്രമാ സഹോദര സഹോദരിമാരോ ഷാഫിയായ റബ്ബോ അവന്റെ കുദ്റത്ത് കൊണ്ട് എല്ലാവർക്കും പരിപൂർണമായി സിഫത്തെ ആരോഗ്യത്തെ അല്ലാഹു പുറത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് തനിക്ക് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ബന്ധനത്തിൽ എത്രമാ സഹോദരന്മാരോ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് പൂർണ്ണമായി ന്യായത്തെ കൊടുത്തിട്ടു ആ ബന്ധനത്തിൽ മുക്താവുമോ അങ്ങനെ കുടുംബത്തൊട്ടിക്ക് വന്ന് ചേരുക അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കട കൊണ്ട് ബുദ്ധിമുട്ട് പണ്ട് ആൾമാർന്നോ അള്ളാഹു എത്തെ കടത്തെ ഹലാലായ രൂപത്തിൽ കൊടുത്തു വീടും മരിക്കുന്ന നേരത്തേക്ക് കടയില്ലാണ്ട് മരണപ്പെട്ടു പോകുകയോ അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ. അള്ളാഹുവെ ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തന്ന് അനുഗ്രഹിക്കണം. അള്ളാഹുവെ നാളെ ഒരു കൂട്ട സ്വർഗത്തിൽ ഒരു കൂട്ട നരകത്തിൽ പോകുമ്പോ ആ സ്വർഗത്തില് ജന്നാത്തുൽ ഫിർദൗസില് ഒരുമിച്ച് കൂട്ട സൗഭാഗ്യത്തെ ആൾമാറിയിട്ട് അള്ളാഹു ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണേ. അള്ളാഹുവെ ഭയാനകമായ നരകത്തിൽ നിന്ന് ജഹന്നമിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും നീ കാത്തു സലാമത്താക്കണേ. അള്ളാഹുവെ മരണപ്പെട്ടു പോയി എത്രമാ സത്യവിശ്വാസമാകും. അള്ളാഹുവെ എല്ലാവരുടെ കബറ് നീ വിശാലമാക്കി കൊടുക്കണേ. അള്ളാഹുവെ എല്ലാവരുടെ കബറ് നീ പ്രകാശത്തിലാക്കി കൊടുക്കണേ. അള്ളാഹുവെ ഞങ്ങൾ അപ്പവും മകനെ റഹ്മത്തും ബർക്കത്തും അനുഗ്രഹത്തിനെ കൊടുത്ത് അനുഗ്രഹിക്കണം. അള്ളാഹുവെ ഞങ്ങളെ കച്ചവടത്തിൽ നിന്ന് അനുഗ്രഹത്തെ തന്ന് അനുഗ്രഹിക്കണേ. അള്ളാഹുവെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.